रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴും ഷൈനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ സിനിമയൊക്കെ ഉണ്ടായിരുന്നു, സിനിമയുടെ കാര്യം അറിയില്ല. പുതിയ സിനിമ വരുവാണ്. അതെ, ഏപ്രിൽ 24-നാണ് ഹാല് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്തൊക്കെയാണ് ഹാലിൽ ഞങ്ങൾക്ക് കരുതിയ സർപ്രൈസ്? റൊമാൻറ്റിക് ലവ് എൻ്റർടൈൻമെൻറ്റ്. അതെ, ഇതിപ്പോൾ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹേ പെണ്ണേന്ന് പറഞ്ഞൊരു പാട്ട് കണ്ടതുപോലെ ഇനിയും പാട്ടുകൾ ഉണ്ട് സിനിമ, വേറെ രീതിയിലുള്ള വേറെ ജോണറിലുള്ള പാട്ടുകളും ഉണ്ട്. ഒരു മ്യൂസിക്കൽ എൻ്റർടൈനർ പ്രതീക്ഷിക്കാം. അതാണ് ഒരു ലവ് സ്റ്റോറി, മ്യൂസിക്കൽ ലവ് സ്റ്റോറി. അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു പണ്ട് നമ്മൾ അനിയത്തി പ്രാവെല്ലാം കണ്ട പോലെ അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ലവ് ഇതിനകത്തൊരു പാർട്ടല്ല, ഇത് കറക്റ്റ് ഇവർ ഈ ആൺ പെൺ ഇവരുടെ റിലേഷനിലൂടെ തന്നെ പോകുന്നൊരു കഥയാണ്. അതിനകത്ത് ഞാനൊരു രണ്ട് പാട്ട് റാപ്പ് ചെയ്തു, പിന്നെ ഒരു പാട്ട് ഒരു മെലഡി പോലത്തെ ഒരു പാട്ട് പാടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം ഇനി ഇറങ്ങാനുണ്ട്. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ആതിഫ് അസ്ലത്തിൻ്റെ പാട്ടുണ്ട്, ഹിജർ എന്നാണ് ആ പാട്ടിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്, അതും വരാനുണ്ട്. മട്ടനസ്കാരം പോലെ തന്നെ വലിയൊരു ഇതാണ് അതിനുണ്ടായിരുന്നു, നല്ല റൊമാൻറ്റിക് ആയിട്ടൊരു ഇതാണ്, ഡാൻസ് കളിച്ച് നല്ലൊരു. അതിൽ ആ കാതൽ സടുകുടു എന്ന് പറഞ്ഞൊരു പാട്ട് റീമിക്സ് ചെയ്തു. വീണ്ടും ആ കൊബൈ തന്നെ. അതെ അതെ, നന്ദുവിൻ്റെ കൂടെ തന്നെ, നന്ദഗോപനാണ് അതും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ അവൻ്റെ തന്നെ കമ്പോസിഷനുമാണ്. അതെ അതെ, അത് ഞാൻ പാടിയത്. പടത്തിലത് പാട്ടായിട്ട് വരുന്നില്ല, നമ്മളത് അന്നൊരു ടീച്ചർ നോയമ്പും പെരുന്നാളിൻ്റെ ഒരു വിഷസും ഒക്കെ ആയിട്ട് നമ്മൾ ഇറക്കിയതായിരുന്നു. താങ്ക് യു. रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. ഏപ്രിൽ 24-നാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹാലിലെ വീഡിയോ സോങ് കഴിഞ്ഞ ദിവസം ഇറങ്ങി, ഞാൻ രാത്രി ഇറങ്ങി. അതെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പാട്ടിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ബ്രോയുടെ ഡാൻസ് സ്റ്റെപ്പാണ്. കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തോന്നുന്നു. അപ്പോൾ എത്രത്തോളം കഷ്ടമായിരുന്നു അതിൻ്റെ ഒരു അതായത് നീലനിലവേ എന്ന് പറഞ്ഞ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത സാൻഡി മാസ്റ്റർ തന്നെയാണ് ഈ പാട്ടും ചെയ്തത്. അപ്പോൾ സാൻഡി മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് തന്നത് ഒരു ബേസിക് ലെവൽ ഓഫ് സ്റ്റെപ്പായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പണിയെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ട പോലത്തെ സ്റ്റെപ്പായിരുന്നു. നമുക്കൊരു 3 to 2 ഡേയ്സോളം റിഹേഴ്സലും ഉണ്ടായി. അപ്പോൾ ആ ഒരു ജേർണിയിൽ അത് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നീലനിലയ്ക്ക് ശേഷം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു സോങ് അങ്ങനെ ആയിത്തീരട്ടെ. ബോളിവുഡില് നമ്മുടെ ചാക്കോച്ചന് ശേഷം പിന്നെയും ഒരു റൊമാൻറ്റിക് സ്റ്റെപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരാള് ഇനിയിപ്പോൾ ഷൈനിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അതെ അതെ, റൊമാൻസ് എന്ന് പറയുന്ന എന്തായിരിക്കും? ഇല്ല, ആക്ഷനേ ഇല്ല. ഇപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു മൂഡേ ഇല്ല. അത് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഒരു ലവ് സ്റ്റോറി പോലെ. ഇപ്പോൾ സാധാരണ കഥയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടുവരുന്നതിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ലവ് സ്റ്റോറി പോലെ പറഞ്ഞു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതൊരു പറഞ്ഞിപ്പോൾ അനിയത്തി പ്രാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന എന്നാൽ ഒരു സോഷ്യലായിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്ത് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴും ഷൈനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ സിനിമയൊക്കെ ഉണ്ടായിരുന്നു, സിനിമയുടെ കാര്യം അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നല്ല പടം കാണും, നല്ല അവനക്ക് കഴിവുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും ആര് തടഞ്ഞു വെച്ചാലും പുറത്തേക്ക് വരും. അല്ല, ആദ്യക്സ് പോലത്തെ പടങ്ങൾ ഇറങ്ങുമ്പോഴും അതിന് ഷൈനെ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത രീതിയിലാണ് അതിന്റെ ബാക്കിയുള്ള പ്രൊമോഷനും കാര്യങ്ങളും. അങ്ങനെയൊന്നുമില്ല, ഇത് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ബാക്കിയുള്ളവർ പുഷ് ചെയ്യുന്ന പോലെ തോന്നി. ഷെയ്ൻ ചേട്ടാ, പെപ്പെ ആണെങ്കിൽ ആക്ഷൻ, ഷെയ്ൻ ആണെങ്കിൽ റൊമാൻസ് എന്നൊരു ഇതുണ്ട്, ആ പാറ്റേൺ തന്നെയാണോ ഇപ്പൊ? അതെ, ഇനി ആക്ഷൻ ചെയ്യുമ്പോൾ നോക്കാമോ? അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് RDXന് ശേഷം റൊമാൻസ് ആണല്ലോ ചെയ്യണം. അതെ, റൊമാൻസ് ആക്ഷന്റെ പടത്തിന്റെ വിഷയം വരുമ്പോൾ നമുക്ക് ആക്ഷൻ നോക്കാം. നല്ലതാണെങ്കിൽ അതിനേക്കാൾ മേലെ പോകണമെങ്കിൽ നോക്കാം, താഴെയാണെങ്കിൽ
അങ്ങനെയൊക്കെ. അതെ കറക്റ്റ്. ഇപ്പോൾ ഈ മാസം തന്നെ നോക്കുവാണെങ്കിൽ മലയാളത്തിൽ ഒരുപാട് ഗംഭീര സിനിമകൾ വരാനുണ്ട്. ഇപ്പം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള ഫിലിം എമ്പുരാൻ അടക്കമുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം മറ്റ് സിനിമകളെയൊക്കെ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ? എമ്പുരാൻ എല്ലാവരെയും പോലെ തന്നെ വെയിറ്റിംഗ് ആണ്. മറ്റേ ടീച്ചർ കണ്ട പോലെ തന്നെ പടം കാണണം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ലൂസിഫർ കണ്ടപ്പോൾ പോലെ തന്നെ 2ാം പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ടീച്ചറും കൂടെ കണ്ടപ്പോൾ അതിൻ്റെ ഇരട്ടിച്ചു കാണാനുള്ള ആഗ്രഹം. ആ ദിവസം കാണോ? ഉറപ്പായിട്ടും ആ ദിവസം ഒരു ലവ് എൻ്റർടൈനറാണ്, ലവ് മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. പിന്നെ ഷൈൻ്റെ നല്ല പെർഫോമൻസും നല്ല റൊമാൻസും എല്ലാം ഇതിലുണ്ട്. എല്ലാവരും പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. കഴിവുള്ളവർ ഉയർന്നു വരട്ടെ, ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ ചില സിനിമകൾ അത് ആരും ഡീഗ്രേഡ് ചെയ്തൊന്നും ഞങ്ങൾ പറയാനില്ല. മോശം സിനിമകളാണെങ്കിൽ കുറ്റം പറയും, അതിനുള്ള അവകാശം അവർക്കുണ്ട്. നല്ലത് പറയും ചെയ്യുമ്പോൾ അതും സപ്പോർട്ട് ചെയ്യണം. അത് പിന്നെ അത് ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മോശം പറയാനോ ആരാണ് ഇരിക്കുന്നതെന്നൊന്നും വിഷയമല്ല. കാരണം നല്ലത് പറയും ഇപ്പോഴത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒരാളിനും താഴ്ത്താൻ നമുക്ക് പറ്റും. ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ഷെയ്ൻ്റെ പടം നല്ല പടമായിരുന്നു, പക്ഷെ ഈ ഒരു അറ്റാക്ക് അല്ല, ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചേട്ടാ. ഫോറൻസില്ല ചേട്ടന് ഇഷ്ടപ്പെട്ടു, ചേട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് അതായിരിക്കും. ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. ഇപ്പം എല്ലാ പടം ഇപ്പം മാർക്കോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ചില സിനിമകൾ ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്. ചില തിയേറ്ററിൽ നിന്ന് പോയിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ട് OTT കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ഒന്നല്ല. സിനിമയുടെ ഒരു നിയോഗമാണ്. പിന്നെ എല്ലാവരും ടേസ്റ്റും ഒന്നല്ല. അതെ, അപ്പോൾ മെജോറിറ്റിയുടെ ടേസ്റ്റ് ഒന്നായി വരുമ്പോഴാണ് ഒരു പടം ഹിറ്റാണ്. അപ്പോൾ ഹാലും ആ ഒരു രീതിയിലാണ് ഒരു എൻ്റർടൈനറായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അത്ര പറയാം. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. താങ്ക് യു.